1000 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത രാജമൗലിയുടെ ട്രിപ്പിൾ ആർ എന്ന സിനിമയിലെ നായകന്മാരിൽ ഒരാളായ ജൂനിയർ NTRന്റെ ഏറ്റവും പുതിയ തെലുഗു സിനിമയാണല്ലോ കൊരട്ടല ശിവ സംവിധാനം ചെയ്ത ദേവര. ചിത്രം പാനന്തിന് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി 3 ദിവസങ്ങൾ കൊണ്ട് ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 304 കോടി വേൾഡ് വൈഡ് ഗ്രോസും ട്രാക്കസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 250 കോടി എന്ന മികച്ച വേൾഡ് വൈഡ് ഗ്രോസുമാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ആദ്യ തിങ്കളാഴ്ച ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ്, കേരള എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഏതൊരു വലിയ സിനിമയ്ക്കും തിങ്കളാഴ്ച കളക്ഷൻ കുറയുമെന്നതുപോലെ ദേവര എന്ന സിനിമയ്ക്കും ഇന്ന് കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും 50 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് അതിന്റെ പകുതിയിൽ താഴെയായിരിക്കും 4-ാം ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് 4-ാമത്തെ ദിവസം 20-25 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ആകെ 4 ദിവസങ്ങൾ കൊണ്ട് 275 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുന്നതാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം സിനിമയുടെ ആകെ കളക്ഷൻ ഇന്നത്തോടെ 200 കോടി കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതേസമയം നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ദുൽഖർ കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന സിനിമ ഇന്ന് മുതൽ ലാഭം നേടിക്കൊടുക്കുകയാണ് വിതരണ കമ്പനിക്ക് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം 19 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 8 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നത്തോടെ 1,60 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ 4 ദിവസത്തെ കേരള ഗ്രോസ് എത്തുന്നതാണ്. 50 ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന ദേവര ഇന്നത്തോടെ 60 ലക്ഷത്തിലേക്ക് കേരള ഷെയർ മാത്രം എത്തുന്നതാണ്. ഫൈനൽ ഷെയർ 1 കോടി കടക്കുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ ദേവരയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.